അതൊന്നും പറ്റില്ലെന്നേ. ചേട്ടനിത് പിടിച്ചേ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. മേടിക്ക്. എടാ ഇത് മതിയുടെ എനിക്ക്. അവള് മാത്രല്ല കൂട്ടുനിന്ന് എല്ലാണോ അകത്താവും. ഞാൻ പറഞ്ഞില്ലേ മാഡം, അബദ്ധത്തിൽ പെട്ടുപോയതാ. ദയവ് ചെയ്ത് വെറുതെ വിടണം. ഒരാളെ വെറുതെ വിടൂല ഞാൻ. എന്ത് പണിയാണ് നീ കാണിച്ചേ? വാ ഇങ്ങോട്ട്. തന്നെ ഞാനൊന്നും ചെയ്യൂല. ഫോണ്ടാ ഓടല്ലേ. ഞാൻ തന്നെ ഒന്നും ചെയ്യൂലെന്ന്. നോക്ക് സാറേ, ആ പ്രോജക്റ്റിന്റെ ടോട്ടൽ വാല്യൂ എത്രയാണെന്നുള്ളത് കൃത്യമായി എനിക്കറിയാം. കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ. 1%, അതായത് 3 CR. അതെനിക്ക് കിട്ടണം, എന്നാലേ പണി നടക്കൂ. ഇനി സംസാരമില്ല. വെറുതെ അങ്ങ് പ്രോജക്റ്റ് ചെയ്ത് കോടീശ്വരനാവാന്നാ ഇവന്റെയൊക്കെ വിചാരം. പിന്നെ ഞാനെന്തിനാ എവിടെ ഇരിക്കുന്നത്? പുണ്യത്തിനാണ്. ഹലോ, നമസ്കാരം സർ. ഞാൻ പാർവതി ബിൽഡേഴ്സിന്റെ MD ഗൗതമാണ്. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞില്ലേ ഗൗതം? പറഞ്ഞ എമൗണ്ട് കിട്ടാതെ ആ റിപ്പോർട്ട് ഞാൻ ഓക്കെ ആക്കി തരില്ല. താൻ ഫോൺ വയ്ക്ക്. അല്ല സർ, ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ വിളിച്ചതല്ല. പറയുന്നൊന്ന് കേട്ടിട്ട് ഫോൺ കട്ടിയേ. വെറുതെ സമയം കളയാതെ ഗൗതം, എനിക്ക് ഒരുപാട് കോളുകൾ വരാനുള്ളതാ. സർ, ഞാൻ പലരുമായിട്ട് ആലോചിച്ചു. അത്യാവശ്യം ഒരു 2 കോടി രൂപ കൊടുക്കേണ്ടി വന്നാലും ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പണി തുടങ്ങുന്നതാ ബുദ്ധിയെന്നാ എല്ലാവരും പറയുന്നത്. അപ്പൊ താൻ ഞാൻ കൈക്കൂലിക്കാരനാണെന്ന് നാട് മുഴുവൻ പറഞ്ഞു അല്ലേ? അയ്യോ അയ്യോ അയ്യോ, അങ്ങനെയല്ല സർ. ഞാൻ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ എങ്ങും തൊടാതെ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ.